He is Sushantan, right? Right? She is Suryavalli and he is Michael Munusami. Suryavalli. Michael Munusami. And Veerabahu Sushantan, right? Yeah. No! Ravi? Yes, sir. He is not Sushantan. Sushantan Erandupoyach, killed in an action a couple of months back. He is Jay Shantan, Sushantan's first cousin. 37 years, 5 feet 8 inches, Colombo College of Surgeons Lay, 77 batch dropout. Personal mark identification, a black mole beneath the left earlobe. He is not Michael Munusami. He is Arul Raj Vanangamudi. Am I right? Bastard! Hi, Major Saab. Hi. You... Yeah, Susan Joseph Pandala. But how dare you get inside here, you... ഇങ്ങോട്ടൊരൊറ്റ പത്രക്കാരന്റെ കയറ്റി വിടുന്നു പറഞ്ഞാണല്ലോ ഞാൻ. പിന്നെ നീ എങ്ങനെ ഇതിനകത്ത് കയറി? നല്ല പഴം പോലെ കേറി. പെണ്ണൊരുമിട്ടാലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ബാംഗ്ലൂരിൽ സൂസന്നയുടെ തിണ്ണമെടുക്ക്. പിന്നെ മന്ത്രിക്ക് മേജർ കൊടുക്കുന്ന സെക്യൂരിറ്റിയിലെ സീരിയസ് ലാപ്സസും. That did it. ദാ ഇപ്പൊ കേറി കണ്ടിട്ട് വരുവാ ഞാൻ. ഇയാടെ മന്ത്രിയെ. കഴുതേ പറയാൻ. ആരാ നിന്നെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? Oh God, it hurts. I'm sorry. Sorry, പുല്ല്. അതെ, I'll give you just one more month. അപ്പൊ കൃത്യം 3 മാസം. ഇയാടെ ജൂനിയർ മാമച്ചന്. അതിന്റെ ഉള്ളില് മേജർ രവി മാമൻ അവന്റെ സൂസനയ്ക്കുള്ള മിന്നുപണിയും കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, ബും സ്വാഹ. ഒരു കുഞ്ഞ് ഡൈനമൈറ്റ് വാങ്ങിച്ചു വെക്കും ഞാൻ. ദാ ഇതിന്റെ ഉള്ളില്. പോടാ. പിന്നെ പപ്പയോട് പറഞ്ഞു ഞാൻ, എന്റെ വയറ്റിൽ ഇയാളുണ്ടെന്ന്. He was shocked. എന്നിട്ട് എന്റെ അപ്പൻ പണ്ടാലയ്ക്കൽ ഔസേപ്പൊട്ടിച്ചായം പറയുവാ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അപ്പൻ നല്ല ഒന്നാം തരം ഒരാണാണ്, എന്നെ കെട്ടിക്കോളും, ചെലവിന് തന്നോളുന്ന്. Thank God. Major Saab. Yes, Ministry is waiting for you. നിന്റെ വയറ്റ് കൊണ്ട് കണ്ടോ? May I come in, sir? Come on, Ravi. I was studying your report. It's so shocking. Yes, sir. And as you say in this, ഇപ്പോൾ പിടിയിലായ അരുൾ വണങ്കാമുടിക്കും സൂര്യവല്ലിക്കും പിന്നെ സൈന്യത്തിൽ നിന്ന് മരിച്ച വീരബാഹുവിനും ഒന്നും യഥാർത്ഥ തമിഴ് പോരാളികളുമായി യാതൊരു ബന്ധവുമില്ല. They are on their own. അല്ലേടോ? Sir. കൂലിക്ക് കൊല്ലാൻ നടക്കുന്ന ചെറ്റകൾ. എന്നിട്ട് തന്റെ ചോദ്യം ചെയ്യലിൽ അവർ അഡ്മിറ്റ് ചെയ്തതുപോലെ നാളെ കഴിഞ്ഞ് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ നിന്ന് ഗവർണേഴ്സ് ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി ഒരു സർപ്രൈസ് സൂയിസൈഡ് ബോംബ് അറ്റാക്കിൽ വകവരുത്തുക. That was a scheme. അല്ലേ? Yes, sir. Unbelievable. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് പൊരുതി ജയിക്കാനാവില്ല എന്ന് മനസ്സിലായപ്പോ പിന്നെ കഥ കഴിക്കാൻ പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന്റെ ചിരകാല ശത്രുക്കൾ കണ്ടുപിടിച്ച എളുപ്പ വഴി. പാർട്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ KK വർഗീസ്, പിന്നെ കർണാടക ഹോം മിനിസ്റ്റർ ദേവപ്പ ഭദ്രപ്പ, രണ്ടാളുമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. പിന്നെ ഇവിടുത്തെയും ആന്ധ്രയിലെയും ലിക്കർ ലോബിയും. യു ആർ ഷുവർ അല്ലേ രവി? അതെ സർ. പിടിയിലായ രണ്ടുപേരും മിസ്റ്റർ വർഗീസിന്റെയും മിസ്റ്റർ ഭദ്രപ്പയുടെയും പേര് പറഞ്ഞ് മൊഴി തന്നു കഴിഞ്ഞു സർ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഫോഴ്സ് ഇനഫ്. വർഗീസും ഭദ്രപ്പയും മാത്രമല്ല സർ, പിന്നിൽ മറ്റേതോ പ്രബലന്മാർ കൂടി ഉണ്ടാവണം. ഉണ്ടായേ മതിയാവൂ ഇങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക്. സർ, ബോത്ത് ഓഫ് ദം ആർ ഇൻ ടൗൺ ആൻഡ് ഐ വോണ്ട് ടു ടേക്ക് ദം ഇൻ. തങ്ങൾ ഏർപ്പാട് ചെയ്ത കൊലയാളികൾ പിടിയിലായ വിവരം മണത്തറിയും മുമ്പ് ഭദ്രപ്പയും വർഗീസിനെയും രഹസ്യമായി കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും എത്രയും പെട്ടെന്ന് അനുമതി ഉണ്ടാവണം സർ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നോ രവി. പാർട്ടിയിൽ എന്റെ അത്ര തന്നെ തലയെടുപ്പുള്ള 2 ദേശീയ നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള ഗൂഢാലോചനയല്ലേ? ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ആദ്യം തന്റെ റിപ്പോർട്ട് അങ്ങ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ കണ്ണിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കണം. ബൈ ഹാൻഡ്. ഒരു വിശ്വസ്ത ദൂതന്മഷം ഇന്ന് തന്നെ. ലെറ്റ് ഹിം സ്റ്റഡി യുവർ റിപ്പോർട്ട് ഫസ്റ്റ്. പിന്നെ നാളെ കഴിഞ്ഞ് PM നേരിട്ട് വരികയല്ലോ ഇങ്ങോട്ട്. ഐ വിൽ സിറ്റ് വിത്ത് ഹിം
അറസ്റ്റിനും ചോദ്യം ചെയ്യലുമൊക്കെയുള്ള അധികാരം പ്രധാനമന്ത്രി നേരിട്ട് കൽപ്പിച്ചതിന് തനിക്ക് സർ ആ രവി, പിടിയിലായ രണ്ടുപേരുടെയും കൺഫെഷൻസ് എനിക്ക് കേൾക്കണം. ഫുൾ ടെക്സ്റ്റ്, എവറി ഇഞ്ച് ഓഫ് ദ ടേപ്പ്. കം ആൻഡ് മീറ്റ് മീ വിത്ത് ദ ടേപ്സ്. അല്ല സർ, അത് നോ, ഇവിടെ നടന്ന ഈ ഗൂഢാലോചനയുടെ ഒറ്റ തെളിവ് ഇനി ബാക്കി ഉണ്ടാവാൻ പാടില്ല. ഒരാളുടെ കയ്യിലും, താനടക്കം. വാട്ട് യു മീൻ സർ? ഭദ്രപ്പ, സോറി രവി, വിശ്വസിച്ച് കൂടെ നിന്നവരെ കുരുതിക്ക് കൊടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് ഈ KJ നായർക്ക്. ഒരു ഊഹം പോലെ പറഞ്ഞില്ലേ താൻ, പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദാ ഈ നിൽക്കുന്ന പാവം കർണാടക ഹോം മിനിസ്റ്റർ ഭദ്രപ്പയും പിന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർഗീസും മാത്രം പോരാ, മറ്റേതോ പ്രബലൻ കൂടി ഉണ്ടാവണമെന്ന്. അതേടോ, ദാറ്റ്സ് മീ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്ന KJ നായർ തന്നെയാ താൻ ഉദ്ദേശിച്ച ആ പ്രബലൻ. Major, freeze! Jacob, you? Jacob, no. Sir. രവി, ഞാനും ദേ ഭദ്രപ്പയൊക്കെ സ്പോൺസർ ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന രണ്ട് അവിശ്വാസത്തെയും അതിജീവിച്ച് പ്രധാനമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും കസേരയിൽ ഇപ്പോഴും അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മുതുകരവന്റെ കഥ കഴിക്കാൻ മൂന്നാമതൊരു മാർഗം ഞങ്ങൾ ഇതേ കണ്ടുള്ളൂ. ടു ഫിനിഷ് ഹിം ഓഫ്. ലുക്ക് രവി, നിർഭാഗ്യവശാൽ ഈ സത്യത്തിന്റെ പാതി താൻ അറിഞ്ഞ മുഴുവനും ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതാ. ಸೊ ಇಲ್ಲಿ ನಡೆದಿದ್ದು ಇನ್ಮೇಲೆ ನಡೆಯಬಹುದು. ಎದುವೇ ಯಾರಕ್ಕೂ ತೆರೆಯಕೂಡದು. ವಿ ನೀಡ್ ಯುವರ್ ಹೆಲ್ಪ್. And listen, ചോദ്യം ചെയ്യലിനിടയിൽ തന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സൂര്യവല്ലിയും മണങ്കാമുടിയും ഇന്ന് രാത്രിയിൽ കൊല്ലപ്പെടും. യു വിൽ ഷൂട്ട് ദം ഡൗൺ. ಅವರಿಗೆ ಬದಲಾಗಿ ಬರುವ ಗ್ರೂಪ್ ಡೇ ಆಫ್ಟರ್ ಟುಮಾರೋ ಪಾರ್ಟಿ ಮೀಟಿಂಗ್ ಮುಗಿಸಿ ಬರುವ ಪ್ರೈಮ್ ಮಿನಿಸ್ಟರ್ ಅನ್ನು ಕೊಲೆ ಮಾಡ್ತಾರೆ ಆನ್ ಹಿಸ್ ವೇ ಟು ದಿ ಏರ್ಪೋರ್ಟ್. എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെങ്കിലും യു വിൽ കീപ് സൈലൻസ്. You bloody! എടുത്തിട്ട് വാങ്ങടാ. So come on, ഒന്നുകിൽ നിനക്കൊരു ശത്രുവാകാം, ഇല്ലെങ്കിൽ എക്കാലത്തെ വിശ്വസം. Get lost, you! ദേ, ഇവരുടെ വയറ്റിൽ തന്നെ കുഞ്ഞുണ്ട്, നിന്റെ ജൂനിയർ രവിമാമൻ. നിന്റെ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ വേണ്ടേ? ഇവളെ വേണ്ട നിനക്ക്. Susana. Susana. രവി, അറിയാം. ആർതർ വില്യം സാഹിബ് വെയിറ്റ് ചെയ്യുന്നു. അയാൾ ഭയങ്കര ചൂടാണ്. ഇത് ചൂടൊന്നുമല്ല, അവിടെ കിടന്ന് തിളച്ച് മറിയ അയാള്. അയ്യേ, ഇതാണ് ചന്ദ്രേട്ട സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കാന്ന് പറയുന്നത്. അവൻ കടം തിളക്കട്ടെ, ഹൂ കേഴ്സ്. എന്റെ സമയം പോലെ സൗകര്യം പോലെ കാണും ഞാൻ അവനെ. ജാസ്മിൻ, യെസ് സർ. start the conference 30 minutes from now. Lena, യെസ് സർ. be with her. She's my guest. Yeah, please come. Yusuf, Yes? ചന്ദ്രേട്ടൻ, Yes, രവി. I need a drink. Sure, come on. എന്നിട്ട് പറഞ്ഞില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു? മുമ്പെങ്കും പതിവില്ലാത്ത പോലെ കൂടെ ഒരു പെണ്ണ്, അഞ്ജലി ബക്തിയാർ. ഷീ സ്റ്റിൽ ഇസ് എ മിസ്റ്ററി. ഇവിടെ ഞാൻ ആദ്യം കാണുന്നത് കോപ്പൻ ഹേഗനിലാണ്, കഴിഞ്ഞ ട്രിപ്പിന് ഒരു ആർട്ട് ഗാലറിയിൽ. പിന്നെ ലണ്ടൻ, ബെയ്റൂത്ത്, വേറെ എവിടെയൊക്കെ വെച്ചുള്ള ഗാംബ്ലിംഗ് ജോയിന്റ്സില്, റേസ് കോഴ്സില്. പിന്നെ ഈയിടെ ബോംബെ ജോഗേശ്വരിൽ ചന്ദൻ ബാപ്പയുടെ ഇഫ്താർ വരുന്നു. എവിടെ ചെന്നാലും ഇവളെന്റെ പിന്നാലെ ഉണ്ട്, നിഴല് പോലെ. എ സോ കോൾഡ് മാനേജ്മെന്റ് എക്സ്പെർട്ട് ഫ്രം മന്നാട്ടൻ.
now in charge of global license for Nichols and Pratt. ഇപ്പതാ ഒരു മുട്ടുസൂചിയുടെ വലിപ്പമില്ലാതിരുന്ന നമ്മുടെ ഈ രവിമാമൻ ആൻഡ് വാൾത്തർ ഗ്രൂപ്പ് വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ കൊണ്ട് എങ്ങനെ ഒരു ആഗോള സാമ്രാജ്യമായി വളർന്നു എന്നവൾക്ക് പഠിക്കണം, റാദർ റിസർച്ച് ചെയ്യണം. എന്നിട്ട് സമ്മതിച്ചോ? ലോ, ബോംബെ നിങ്ങള് കാല് പിടിച്ച് കരഞ്ഞു ഒപ്പം കൂട്ടാൻ. ദെൻ ഗോയിങ് ബൈ ഇൻറ്റ്യൂഷൻ ഞാൻ ഇവളെ കുറിച്ച് അന്വേഷിച്ചു. മുൻപ് പോസ്റ്റ് എമർജൻസി പീരീഡില് ശത്രുരാജ്യത്തിന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത ഒരു സെൻട്രൽ സെക്രട്ടറി അഞ്ജന ഗുപ്ത ഇല്ലേ, ദ നൊട്ടോറിയസ് മിസ്സിസ് ബക്തിയാർ, അവരുടെ ഒറ്റ മകൾ. ഇപ്പൊ കയ്യിലുള്ളതടക്കം 9 പാസ്പോർട്ട് ഉണ്ട് ഒരു മുട്ടകളുടെ കയ്യില്. യു മീൻ? ഏയ് പേടിക്കണ്ട, നാളെ സൂര്യൻ അസ്തമിക്കും മുമ്പ് ജനനം മുതൽക്കുള്ള ഇവളുടെ സമ്പൂർണ്ണ ചരിത്രം ഇവിടെ എത്തും, ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം അടക്കം. സോ cheers to Sir Williams. For you the meeting is over, Mr. Williams. What? I said the meeting is over for you. മീറ്റിംഗ് മാത്രമല്ല, തന്റെ ബ്രിട്ടീഷ് കമ്പനിയും ഞാനുമായിട്ടുള്ള സകലമാന ഇടപാടുകളും ദാ ഇന്ന് ഈ നിമിഷം ഇവിടെ അവസാനിക്കുന്നു. Over forever. You can claim damages. Come on, man. I don't understand you. You don't understand? No, I don't. നിന്റെ മാതൃഭാഷയെ പറഞ്ഞാൽ പോലും നിനക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല പച്ച മലയാളത്തിലാവാൻ കളി. എന്താ മനസ്സിലാവും എനിക്ക്? മലയാളം? What? Come on. Speak my language. Speak in English, man. Yes, I can speak your language, but you cannot. You cannot speak mine. Your language? Any fool can. Well, then you too can. Come on, പറയണം. Can you say Ambalappuzha? Ambalappuzha? What is that? പുഷയല്ല സായിപ്പേ, പുഴ, പൂവമ്പഴത്തിന് ഴ, അമ്പലപ്പുഴ. എന്താ വഴങ്ങോ തന്നെ താവിന്? What Ambalappuzha? Why do you want me to say that? Are you crazy, Mr. Ravi? എടോ സായിപ്പേ, പണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കിയപ്പോ ബക്കിംഗ്ഹാമിലെ കെട്ടിലമ്മമാർക്ക് മംഗളപത്രം എഴുതാനും മെക്കാളമാർക്ക് ഗുമസ്തപ്പണി ചെയ്യാനും വേണ്ടി ആംഗലേയം എന്ന സോ കോൾഡ് വിശ്വഭാഷ പഠിച്ചവനാ മലയാളി. മറാഠിക്ക് കണക്കെഴുതാനും മാർവാടിക്ക് പലിശ പെരുക്കാനും പട്ടാളത്തിൽ പഴയ്ക്കാനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം ഗ്രഹിക്കാനും സർവോപരി ഭാരത പൗരനാകാനും വേണ്ടി രാഷ്ട്രഭാഷ പഠിച്ചവനാ മലയാളി. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. വെറും ഒരു മലയാളി മാത്രമായി എന്റെ സ്ഥാപനത്തില് ശമ്പളവും കമ്മീഷനും ആണ്ടോടാണ്ട് ആർഭാടപ്പണവും പറ്റി ഉണ്ടും കുടിച്ചും പുട്ടടിച്ചും കൂത്താടുന്ന നിനക്ക് എന്റെ ഭാഷ മനസ്സിലാവണം, നല്ല വെണ്ണ പോലെ ദഹിക്കണം, ദാ ഇവരെയൊക്കെ പോലെ. ഇല്ലെങ്കിൽ ദാറ്റ്സ് യുവർ പ്രോബ്ലം, യുവർ പ്രോബ്ലം ഓഫ് അക്യൂട്ട് സെറിബ്രൽ ഇൻഡൈജഷൻ. രവി പ്ലീസ്, എന്താ ഇത്? കാളചന്ദ്രേട്ടാ, കഴിഞ്ഞതാ ഇവന്റെയൊക്കെ കാലം. ഇംഗ്ലണ്ടിലെ പെട്രോൾ ബങ്കുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നിന്ന സായിപ്പന്മാര് ഇവിടെ വന്ന് എണ്ണ കമ്പനിയുടെ ചെയർമാനും ജനറൽ മാനേജറും ഒക്കെ ആയിരുന്നത് പണ്ട്. അത് പഴയ കഥ. ഇന്നിപ്പോ ഇവിടത്തുകാർക്കും ആയിപ്പോ വിവരം വിദ്യാഭ്യാസം ഒക്കെ. ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ നിന്ന് പിഴക്കണമെങ്കിൽ ഈ ഇടിപ്പിളക്കി പണിയെടുക്കേണ്ടി വരും ഈ ജാതി വെള്ളാനകൾക്ക്. ദാ വായിച്ചില്ലേ ഇവന്റെ പ്രപ്പോസൽസ്? ലണ്ടനിൽ ഇവന്റെ മദർ കൺസേൺ നമ്മുടെ ഓഫ് ഷോർ പ്രോജക്റ്റിൽ മുതലിറക്കണമെങ്കിൽ നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഈ കുമ്പളപ്പുഴുവിന്റെ മഹത്തായ സേവനം ഇനിയും നമുക്ക് നീട്ടിക്കിട്ടണമെങ്കിൽ, അങ്ങനെ രവിമാമൻ ഗ്രൂപ്പിന് മേൽഗതി ഉണ്ടാവണമെങ്കിൽ ഇതിലുണ്ട് ഇവന്റെ കണ്ടീഷൻസ്. അതായത് പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുക്കുന്ന മലയാളിയുടെയും മറ്റിന്ത്യക്കാരന്റെയും ശമ്പളം 4/3 വെട്ടിച്ചുരുക്കണം. വീട്ടുവാടക അലവൻസ് നിർത്തലാക്കണം. അതും പോരാഞ്ഞ് ഇന്ത്യക്കാരന്റെയും കറുത്തവന്റെയും കുഞ്ഞുകുട്ടി പരാധനങ്ങളെ കെട്ടും ഭാണ്ഡവും കെട്ടി രായ്ക്ക് രാമാനം നാട് കടത്തണം. എന്നിട്ട് ഇവന്റെയൊക്കെ സാലറിയും പേർക്സും മറ്റു ബെനിഫിറ്റ്സും പേറ്റ് ചെലവടക്കം ഉയർത്തണം. പറ്റിയാൽ ഇരട്ടിപ്പിക്കണം. ദാറ്റ്സ് ഇറ്റ്. എടോ മിസ്റ്റർ ആദർ വില്യംസ് ജൂനിയർ, മേലിൽ ഇങ്ങനെ മലയാളിയുടെ അണ്ണാക്കിൽ മണ്ണുവാരി ഇട്ടിട്ട് മലർന്നിരുന്നുണ്ടില്ല നീയൊന്നും, അറ്റ്ലീസ്റ്റ് ഇൻ മൈ ഗ്രൂപ്പ് ഓഫ് കൺസേൺസ്. എന്നാ വെച്ചോ. ആൻഡ് മിസ്റ്റർ വില്യംസ്, your contract stands terminated from this very moment onwards. You can go. You dirty cheat! Stop that! ഇപ്പൊ പറഞ്ഞത് മാത്രമല്ല, ഇവരെയൊക്കെ ചൂണ്ടി നീ പറഞ്ഞില്ലേ, ചംചാസ്, stupid Indian idiots and colored creeps എന്നൊക്കെ. ഇനി ഒരൊറ്റ തവണ കൂടെ അത് പറയാൻ നിന്റെ നാവ് പൊന്തിയാലുണ്ടല്ലോ, ചവിട്ടി നിന്റെ കുറുനാവ് പിഴുതെടുക്കാൻ ഞാൻ. Now better you fly back to London or to hell. രവി, ഞാൻ 1.5 വർഷം അതാണ് പണി തീർക്കാൻ അറബി അനുവദിച്ചു തന്നിരിക്കുന്ന കാലാവധി. ഇതിനോടകം 4 തവണ ഞാൻ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞു. ഗ്രാൻഡഡ്, ബട്ട് നോട്ട് എനിമോർ. ഇനി അയാളുടെ മുമ്പിൽ നിന്ന് അവധിക്കിരുന്നാൽ അയാൾ മുഖവട ചാട്ടും, അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ കഴിവുകേടെന്ന് പറഞ്ഞ് പരിഹസിക്കും. ഐ വുഡന്റ് സ്റ്റൂപ്പ് ടു ദാറ്റ്. ഇനി കൃത്യം 90 ദിവസം, അതാണ് തന്റെ ഡെഡ് ലൈൻ. മറക്കണ്ട. ബൈ. ലുക്ക് രവി, ഈ 90 ദിവസം എന്ന് പറയുമ്പോ എക്സ്ട്രാ ലേബർ, എക്സ്ട്രാ മെഷീനറീസ് എല്ലാം കൂടി എത്ര നഷ്ടം വരും അറിയോ കമ്പനിക്ക്? അറിയാം. അപ്രോക്സിമേറ്റ്ലി ടു ദ ട്യൂൺ ഓഫ് $1 million. യെസ്, ദാറ്റ്സ് റൈറ്റ്. നീ പറ, ചന്ദ്രേട്ടൻ ഏതാ വലുത്, മാനമോ പണമോ?
അല്ല, സംശയിക്കേണ്ട മാനം. മിസ്റ്റർ വെങ്കടേശ്വർ സർ, ഈ ബിൽഡിംഗിന്റെ കോൺട്രാക്റ്റിൽ നമ്മളോടൊപ്പം മത്സരിച്ച അമേരിക്കൻ കമ്പനിയിൽ ഒരു ബെറ്റർ ജോബിന് താൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ? എന്നിട്ട് എത്ര തരാമെന്ന് ഏറ്റുവരെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ കുഴപ്പിക്കുന്നതിന്? വെങ്കി, നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അത്യാഗ്രഹത്തിന് പേരിൽ ഇവിടെ ചെയ്തു പോയ സൈഡ് ബിസിനസ്സുകൾ, പിന്നെ പ്രസ്റ്റീജിയസ് സ്കൂളുകളിൽ മക്കളുടെ പഠിപ്പ്, എല്ലാം കൂടെ ബാധ്യതകൾ ഒരുപാട് വരുത്തി വെച്ചിട്ടുണ്ട് താൻ, എനിക്കറിയാം. സോ പണമാണ് തന്റെ പ്രശ്നമെങ്കിൽ തനിക്ക് എന്നോട് ചോദിക്കാം, എത്ര വേണമെങ്കിലും. അല്ലാതെ എന്നെ വിൽക്കരുത്. അഥവാ വിറ്റാൽ തന്നെ സ്വയം വിൽക്കരുത്. ദാറ്റ് കിൽസ് യു. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. വിക്ടർ ആണ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആ ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മുടെ കേസിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ചില പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ട് സാർ. സാറേ, ഇതിപ്പോ ഇന്നാണല്ലോ ശരിക്കും കോടതി ഡിസിഷൻ വരാനുള്ളത്. പക്ഷെ ഇതിപ്പോ ബൈ ഗോഡ്സ് ഗ്രേസ്, അല്ലാഹ് കരീം നമ്പുരാന്റെ കൃപ കൊണ്ട് ഒക്കെ ചുറ്റി വളഞ്ഞ് നമ്മുടെ വഴിക്ക് തന്നെ വരുന്നുണ്ട് സാർ. വിക്ടറിന്റെ പ്രാർത്ഥന ഉണ്ട് സാർ. ഇല്ല, എന്റെ വക്കീൽ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് പറയാം സാർ. നേരിട്ട് പറയാം സാർ. എത്തുമ്പോഴേക്കും സാറിന് റെഡിയായിരുന്നെങ്കിൽ. ഓ ആ ഓക്കെ സാർ, ഓക്കെ. പ്രൈസ് ദ ലോർഡ്. വക്കീല്, പ്രൈസ് ദ ലോർഡ്. ബാബു, വണ്ടി എടുത്ത്. എക്സ്ക്യൂസ് മീ സാർ. ആ വണക്കോമാ. കൺഗ്രാചുലേഷൻസ് സാർ, കൺഗ്രാചുലേഷൻസ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി നമ്മൾ ജയിച്ചു സാർ. കേസ് നമ്മൾ ജയിച്ചു സാർ. നല്ല ക്ലീൻ കോംപ്രമൈസ്. ആ സാർ, ഞാൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ല സാർ, ആ കള്ള മാർവാടിയെ ചുറ്റി വളച്ച് നമ്മളൊരു വഴിക്ക് കൊണ്ടേ കെട്ടുവന്ന്. ഡൺ. ഇപ്പൊ ഫോണിൽ വിളിച്ച് ഓക്കെ പറഞ്ഞു പട്ടാജി. ഹ, താൻ എന്തൊക്കെയാണോ വിക്ടറി പറയുന്നത്? അയ്യോ സാർ, ഞാൻ പറഞ്ഞിരുന്നല്ലോ പട്ടാജിയുടെ കാര്യം. കിഷൻ പട്ട. ആ സാർ, ദ നൊട്ടോറിയസ് മാഫിയ കിങ് കിഷൻ പട്ട ഫ്രം ബോംബെ. ഇപ്പാള് ദുബായിലാണല്ലോ. അയ്യോ അമ്മ, മാഫിയ എന്ന് കേട്ട് പേടിക്കല്ലേ. പാവ മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യൻ. കേട്ടോ അമ്മ, സാറിന്റെ ഈ ദണ്ണം വിഷമവും കണ്ടിട്ട് എക്സ്പോർട്ട് ബിസിനസ്സിൽ സാറിനെ ഈ മാർവാടി കോടികൾ കളിപ്പിച്ച കാര്യവും ഇപ്പത് 2-2.5 വർഷമായിട്ട് കേസ് ഇങ്ങനെ ഇളിക്കുന്ന കാര്യവും നേരെ ചെന്ന് ഭട്ടാജിയോട് വിസ്തരിച്ച് പറഞ്ഞു. ഞാൻ ഓൺ ദ സ്പോട്ട് ഡിസിഷൻ അമ്മ. അപ്പൊ തന്നെ ഫോൺ എടുത്ത് മാർവാടി വിളിക്കുന്നു ഭട്ടാജി. ഡാ, ഒറ്റ വാക്കാണ്. ഇന്ന് കോടതിയിൽ കേസ് വിധി വരുന്നതിന് മുമ്പ് സാറിന്റെ ഫുൾ എമൗണ്ടും സെറ്റിൽ ചെയ്തിട്ടില്ല എങ്കിൽ ബോംബെയിൽ വൈരക്കച്ചവടം നടത്തുന്ന നിന്റെ തന്ത മാർവാടിയുടെ കഴുത്തിന് മേലെ നാളെ തല കാണൂല്ലടാ മോനേന്ന്. ആ, കണക്ക് പ്രകാരം നമുക്ക് ഇങ്ങോട്ട്, ഐ മീൻ സാറിന് വരാനുള്ളത്, അതായത് ആസ് പെർ ടുഡേസ് എക്സ്ചേഞ്ച് റേറ്റ് തെറാംസ് ഇൻറ്റു ഇന്ത്യൻ റുപ്പീസ് ഫിഗർ 7,70,00,000 ഇന്ത്യൻ റുപ്പീസ്. ഒരു റൗണ്ട് ഫിഗർ പറയാൻ പറഞ്ഞു ഭട്ടാജി. സാറിനോട് അനുവാദം ചോദിക്കാതെ 7 crores കോംപ്രമൈസ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു ഭട്ടാജിയോട്. ഇന്ന് പകൽ കൃത്യം 12 മണിക്ക് ഫുൾ എമൗണ്ടിന് ലിക്വിഡ് ക്യാഷ് ഭട്ടാജിയുടെ കാൽക്കൽ കൊണ്ടുവച്ച് തൊഴുതു നിൽക്കും മാർവാടി. കേട്ടോമ്മ, ഈ വക്കീലിന് ഇപ്പൊ തോന്നും ഈ എന്റെ UAE നമ്പർ 3 ലിക്കർ ബാരൻ വിക്ടർ സെബാസ്റ്റ്യൻ എന്തിനാ ഈ കണ്ണി കണ്ടവരുടെ മുന്നിൽ കിടന്ന് താണു ചെയ്യുന്നതെന്ന്. എടോ വക്കീലേ, ഇത് കണ്ണി കണ്ടവരൊന്നുമല്ല, കൺകണ്ട ദൈവങ്ങളാ എനിക്ക് ഈ നിൽക്കുന്ന രണ്ടുപേരും, ഈ സാറും ഈ അമ്മച്ചിയും. താനിപ്പോ കേറി വരുമ്പോ പുറത്ത് കണ്ടില്ലേ, അതുപോലൊരു കോട്ട് ഇട്ടോണ്ട് ഈ തിരുമുറ്റത്ത് നിന്നിട്ടുണ്ട് വിക്ടർ ഡ്രൈവറായിട്ട് ഫോർ 2 years. അല്ലേ സാർ? എന്നിട്ടൊടുക്ക ഇവിടെ നിന്ന് ചാടി ഈ ബെൽറ്റിനിടയിൽ ഫുൾ ബോട്ടിലും തിരികെ ഓൺ മോട്ടോർ സൈക്കിൾ അജ്മാൻ ഷാർജ അബുദാബി റൂട്ടിൽ ലിക്കർ സ്മഗ്ലിംഗ് നടത്തുന്ന കാലം ഒരു ദിവസം പിടിവിടും. സാർ അന്ന് സ്ഥലത്തില്ല, ബിസിനസ് ട്രിപ്പിൽ. ഒടുക്കന്റെ കടവുൾ പോലത്തെ ഈ അമ്മയാ എന്നെ വന്ന് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത്. അന്ന് ഇതാ ടപ്പേന്ന് എടുത്തിട്ട് ഒറ്റയടി അമ്മ. എന്നിട്ട് ഈ വലത്തെ കയ്യെ കിടന്ന ഡയമണ്ട് വളയുവരി എന്റെ കയ്യിലോട്ട് വെച്ച് തന്നു. കൊണ്ടുപോയി രക്ഷപ്പെടിക്കണമെന്നും പറഞ്ഞു. അത് വിറ്റ് കിട്ടിയ 25,000 UAE dirhams കൊണ്ടാണോ ഇന്നത്തെ ഈ ലിക്കർ ബാരന്റെ തുടക്കം. ശരിതാനമ്മ, കണ്ടോ? കണ്ണ് നിറഞ്ഞത് കണ്ടോ? താൻ തറ പേപ്പർ സാറിന് കൊടുത്തേ. ശരി സാർ. ഒന്ന് സൈൻ ചെയ്തേക്ക് സാർ. ഒന്നുമില്ല സാർ, ഒത്തീർപ്പാവുന്നെന്ന് കോടതിയിലൊന്ന് എഴുതി കൊടുക്കണം. പിന്നെ ചില്ലറ ഫോർമാലിറ്റീസ് ഒക്കെ വക്കീൽ നീക്കിക്കോളും. ഇവിടെ.
അല്ല സാർ, ഇൻ കേസ് സാറിന് എന്തെങ്കിലും വിശ്വാസക്കുറവ് പോലെ ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ചെക്കും പേപ്പേഴ്സ് സാറിനെ തന്നെ ഇരുന്നാൽ മതി. എന്നിട്ട് സാറും കൂടി എന്റെ കൂടെ ഒന്ന് കയറി ഇറങ്ങേണ്ടി വരും, കോടതിയിലും പട്ടാജിയുടെ അടുത്തും. ഇല്ല വക്കീലേ? ഏയ് ഇത് താൻ തന്നെ വെച്ചാ മതി. അല്ല സാർ, എന്നാൽ ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ആവുമ്പോ സാറ് തന്നെ നേരിട്ട്. അമ്മ, സാറിന്റെ ഈ കാലിന് നല്ല ആവതില്ലാത്തതുകൊണ്ടാ ഞാനിതൊക്കെ. എടോ വിക്ടർ സെബാസ്റ്റ്യൻ, ഇത് പിടിക്ക്. എനിക്ക് വിശ്വാസമാണ് തന്നെ. താങ്ക് യു സാർ. സമയമാവണു, താൻ ചെല്ല്. പറയമ്മ. പാടോ. അപ്പൊ ആവശ്യം വരുമ്പോ കോടതിയിൽ ഞാൻ വിളിക്കും. സാറിന് വന്ന് പോന്നാ മതി. ഉം. ആ സലീമോ, നിങ്ങള് വരുന്നു യൂസഫൊക്കെ പറഞ്ഞേനെ. എങ്ങനെയുണ്ട് നിന്റെ ഉമ്മക്കിപ്പോ? ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ? ഓ, ഉമ്മക്കിപ്പോ സുഖാരിക്കണു. ഒക്കെ നിങ്ങൾ കാരണം കൊണ്ടാ. ഏയ് എന്റെ അല്ലടാ, പടച്ച തമ്പുരാൻ. നിക്ക് രണ്ടാളും ഒരുപോലെയാ. ഇങ്ങളും പടച്ചതമ്പുരാനും. ഇങ്ങളെ രൂപത്തില് പടച്ചതമ്പുരാൻ വന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഉമ്മച്ചി ഇപ്പോ. ഏയ് കുഞ്ഞാപ്പട്ടി എവിടെ ഉണ്ട് ഇപ്പോ? കുഞ്ഞാപ്പൊട്ടിക്ക ദാ അവിടെ എവിടെയോ മാറിയിരിക്കുന്നുണ്ട്. മുഹമ്മദ് ബാപ്പു, സൺ ഓഫ് ബാപ്പുട്ടി ഹാജി, എടവണ്ണ, കേരള. ഇടവണ്ണ എന്തായി ഇതില്ലേ? അത് മതി. ഇനി ലിസ്റ്റ് പ്രകാരം നോക്കി എഴുതിക്കോ. ഇന്ന് മോനെ ബാപ്പു, പടച്ചോന്റെ ഗർഭമുണ്ട് ഇന്റെ മോളെ നിക്കാതെ നടക്കുമ്പോ നീ ലീവിന് നാട്ടിൽ കാണുമല്ലോ. മഞ്ചേരിയിൽ നിന്ന് ഏഴറിന്റെ ദിൽക്കൂസ് ബസ്സിൽ കയറിയിട്ട് ദുബായ്ക്കാരൻ കുഞ്ഞാപ്പുട്ടിന്റെ വീടെന്ന് പറഞ്ഞാൽ മതി. ഓൽ കൃത്യമായിട്ട് ആ പഠിക്കാൻ കൊണ്ടേ ഇറക്കി തരും. എന്നിട്ട് എന്റെ മോളോട് നീ പറയണം, എന്റെ മോള് വിഷമിക്കരുത്, ഇന്ന് ദുബായിലിരുന്ന് പാപ്പൊക്കെ മനസ്സ് കാണുന്നുണ്ടെന്ന് പറയണം. ചെല്ലു. പിന്നെ നീ നാട്ടിൽ ചെന്ന മോടിക്ക് എന്റെ കാര്യം മറന്നല്ലേ പായ. ഞാൻ നിക്കാഹ് കണ്ടിട്ട് വീഡിയോയിൽ പിടിച്ച മാതിരി വിശേഷങ്ങൾ നീ എന്നോട് അത് പറഞ്ഞു തരണം. ഇന്റെ റബ്ബേ, അല്ലോ ഇതാരാണ് വാപ്പ? പടച്ച തമ്പുരാനെ, ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ നിങ്ങളെ കാര്യം. ഇതാ ആദ്യം കുറി ചെയ്ത് നിങ്ങളെ പേർക്കാണ് കുടിക്കി. അതിനെങ്ങനെ അങ്ങോട്ട് വന്ന് കാണാനും വേണ്ടി ഇപ്പൊ അതിനോട് സമയം ചോദിച്ചാൽ 100 കൂട്ട് ഒഴിവൊഴിവുകളാണ് അവനക്ക്. നിങ്ങൾ വിലാത്തിയിലാണ്, അമേരിക്കയിലാണ്, മദ്രാസിലാണ്, ബോംബായിലാണെന്നൊക്കെ പറയും മനസ്സിനെ സ്വീപ്പാക്കി കളയുന്നു. അല്ല, ഇതാ ഇത് നമ്മളെ ചന്ദ്രനായർക്ക്. ഇതാനക്ക് പിന്നെ അങ്ങോട്ട് വന്ന് കണ്ട് പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട് എന്ന് പറയണം മൂപ്പരോട്. അല്ല, നാട്ടുകാർക്ക് കത്തും കൊടുത്ത് ന്യായം പറഞ്ഞ് ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റി കളിക്കാനാണ് നിങ്ങളുടെ ഭാവം? എന്താ കുഞ്ഞാപ്പിട്ടിക്ക് പോണില്ലേ പുന്നാരമുള്ള നിക്കാഹിന്? നിങ്ങൾ എന്ത് തമാശാണ് ഭായി പറയുന്നത്? ഇവിടുത്തെ ഈ സീസൺ മണി വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവാന്ന് വെച്ചാല് നിങ്ങൾ നടക്കാത്ത കാര്യം പറയല്ലേ? അല്ലെങ്കിൽ തന്നെ നിക്കാഹ് കഴിഞ്ഞ എന്റെ മോക്കും വിയാപ്പിളക്കും വിമാനം കയറി വേണമെങ്കിൽ ഇങ്ങോട്ടും വരാലോ. ഇവിടെ വന്ന് രണ്ടാളും മാപ്പനെ കാണട്ടെ, അതല്ല എന്റെ ഒരു ഗമ. അല്ലടോ, കള്ള നായിന്റെ മക്കള് വീഴ്ചക്കാതെ ഒരു ചായ വാങ്ങി വരാൻ തോന്നില്ല ഒരുത്തനും. കള്ള സുവറേ, എന്നോട് വേണ്ട നിങ്ങളുടെ ഈ നാടാങ്കളി. അല്ല, നിങ്ങൾ എന്താപ്പാ അങ്ങനെ നിങ്ങൾ ചെല്ലാണ്ട് നടക്കണ്ട നിങ്ങളുടെ മോടെ നിക്കാഹ്. ഇത് നിങ്ങൾക്കുള്ള ടിക്കറ്റ്. നാളെ വെളുപ്പിന് 3 മണിക്കാ കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ്. അതിനുള്ളിൽ ഇവിടെ എന്താ പണിയെന്ന് വെച്ചാൽ തീർത്തോളണം. ഇത് നിങ്ങളുടെ കെട്ടിയോക്കും സെലീനാക്കും അവളുടെ പുതിയാപ്പളക്കുള്ള ടിക്കറ്റാ. അവരും ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കട്ടെ. അല്ല, വിസയും താമസത്തിനുള്ള ഏർപ്പാടൊക്കെ ഇവൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മാഷെ? എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂലാന്ന്. ഇവളെങ്ങനെ ഹലാക്കിന്റെ ഒടുക്കത്തെ പണി എടുക്കുമ്പോ ഇതെല്ലാം കൂടി ഇട്ടെറിഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ എന്റെ മോളെ നിക്കാഹിന് പോവാൻ എനിക്ക് ടിക്കറ്റിന് പണം പറയാഞ്ഞിട്ടാ? എന്റെ പൊന്നു മോനെ, ഈ ഇതിന്റെ കായ് അല്ലാതെ ഉള്ളത് കൊണ്ട് പോയി ക്യാൻസൽ ആക്കാൻ നോക്ക്. എടോ കള്ള കുഞ്ഞാപ്പുട്ടി, എവിടെ തന്റെ പാസ്പോർട്ട്? അല്ലാ മൊയ്തീനെ, അസ്ലമേ, എവിടെക്കാന്റെ പാസ്പോർട്ട്? കാണാതെ പോയാൽ നോക്കാൻ പറഞ്ഞ അതിന് മാത്രം സമയം കിട്ടൂല ഇവിടെ ഒരു പെടക്കിനും. കുഞ്ഞാപ്പിട്ടിക്കാ, ഓ മതി നിർത്ത്. ഇതാ നിങ്ങളുടെ കാണാതെ പോയ പാസ്പോർട്ട്. പാസ്പോർട്ടും പത്താക്കയും അടക്കം പുരയിലുള്ളത് സകലതും വാരി പണയം വെച്ചിട്ട് വേണോ നിങ്ങൾക്ക് സലീനയുടെ നിൽക്കാൻ നടത്താൻ? എത്ര തവണ ഇവ വന്ന് ചോദിച്ചു പണം എത്രയാ വേണ്ടതെന്ന്? ഓരോരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എത്ര കാലമായി ഭായി നിങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ഇത്രയും നാളിന്റെ അടുക്ക് ഒരു ഓട്ടക്കാലാണ് അങ്ങോട്ട് അത് കടമിടാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് പിന്നെയും നിങ്ങളടുത്ത് ചക്കാത്തിന് വരികയെന്ന് വെച്ചാൽ കുഞ്ഞാപ്പിട്ടിക്ക, കയ്യിൽ പാസ്പോർട്ടും വിസയും കടലാസും ഒന്നും ഇല്ലാണ്ട് വിശന്ന് വലഞ്ഞ് ആദ്യമായി ഞാൻ ഈ പോർട്ടിൽ വന്ന് തളർന്നു വീണപ്പോ താങ്ങി പിടിച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചു തന്ന ഒരൊറ്റ സുലൈമാനി ഉണ്ടല്ലോ, അത് മതി. എത്രയൊക്കെ ഞാൻ അങ്ങോട്ട് വാരിക്കോരി തന്നാലും തീരില്ല നിങ്ങളുടെ കടം. നാട്ടിലെ ബാങ്കിലേക്കുള്ള ചെക്ക
ചെലവിന് എത്രയാ വേണ്ടെന്ന് വെച്ചാൽ എഴുതി എടുത്തോളാം. സലീനയ്ക്കുള്ള പൊന്നും ഉരുപ്പടികളും ഒക്കെ ആയിട്ട് എയർപോർട്ടിൽ ഇവൻ വരും നിങ്ങളെ യാത്രയാക്കാൻ. ഞാനിതെങ്ങനെ ഛെ, എന്തായത് കുഞ്ഞാപ്പി? ഓ മജീദേ, ഇവിടെ വാടാ. എന്റെ ചായ ആരാടാ ഈ മൻസൂർ? ഹലാക്കായല്ലോ പഠിച്ചോനെ. അതെ, നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊന്നും വന്ന് പറയരുതെന്നാണ് ഞാൻ ഇവനോട് ആ ചന്ദ്രൻ നായരോടും. നിങ്ങളോട് കളി പഠിക്കാൻ തിരക്കാനായിട്ടില്ല മൻസൂർ. ഓ മഹാപരക്ക് കളി തമാശക്കാരൻ. നിങ്ങൾ എന്റെ പണിക്കാരന്റെ കൈയും കാലം തല്ലി ഓടിക്കുന്നത് കളിതമാസവന്. നിങ്ങളത് വിട്ടാലിന് ഇത് ഓന്റെ നാവ് തൊള്ളേ കിടക്കാൻ കിട്ടിയതാ. അടി മുഖം എടുത്തോടെ നിങ്ങൾക്കും കിട്ടിയില്ല കുഞ്ഞാപ്പിട്ടിക്ക. എന്നിട്ട് നാണം കെട്ടും. അറിയാമല്ലോ എല്ലാവർക്കും. വെറും കൈയോടെ ഹമരിയ പോർട്ടി വന്ന് പെട്ടവനാ രവി. ഈ കടവിൽ പലചരക്കും പച്ചക്കറിയും തോളെ ചുവന്ന് ഇവിടെന്നാ കച്ചവടത്തിൽ രവിയുടെ തുടക്കം. അത് മറക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഇന്നും ഈ പോർട്ടിലെ കച്ചവടം രവി ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഞാനിത് വിട്ടുതരാം. വെറുതെ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കച്ചവടത്തിൽ എന്നോട് പങ്കുചേരാം, മത്സരിക്കാം. പക്ഷെ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഇവിടുത്തെ ലാഭത്തിന്റെ 50% മുതൽ മുടക്കൊന്നുമില്ലാതെ പങ്കുവേണമെന്ന് ദാദാപ്പീസ് ചോദിച്ചാൽ അതൊരല്പം ബുദ്ധിമുട്ടാ രവിക്ക്. ഒരു ലേശം. ഇന്ന് രാവിലെ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അവനെന്തോ ചെയ്തു കളയുന്നല്ലേ ഭീഷണി. ഞാനിവിടെ വന്നു പോയെന്ന് പറയണവനോട് ഇനി എവിടെ ഉണ്ടാവുമെന്നും. കേട്ടല്ലോ എല്ലാരും? പോട്ടടാ, പോട്ടെ കുഞ്ഞാടിക്ക. ഓർമ്മ വേണം എന്റെ കാര്യം. ശരി, പെട്ടേക്ക. അല്ല രക്ഷപ്പെട്ട് കുഞ്ഞാപ്പിട്ടിക്കാ, ഓം വരണുണ്ട്. മജീദിനെ തച്ച മൻസൂർ.